അപ്പോൾ ഗൈസ് അനദർ ഡിസപ്പോയിന്റഡ് ഡേ ആസ് എ ചെൽസി ഫാൻ. ഇപ്പോഴെന്നല്ല, കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ഡിസപ്പോയിന്റ്മെന്റ് തന്നെയാണ്. ഇന്നലെ നടന്ന FA കപ്പ് ഫൈനലിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെടുകയുണ്ടായി. ഒരു എലൈറ്റ് ക്ലബ്ബ് എന്നുള്ള രീതിയിൽ നിന്ന് ഒരു മിഡ് ടേബിൾ ക്ലബ്ബായിട്ട് ചെൽസി പതിയെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. 2015 മുതൽ ഇങ്ങോട്ട് ക്ലബ്ബ് ഏകദേശം 8 കോച്ചുമാരെയാണ് മാറ്റി പരീക്ഷിച്ചിട്ടുള്ളത്. പുറത്താക്കിയ ഓരോ കോച്ചുമാർക്കും നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി മാത്രം ക്ലബ്ബ് ചിലവാക്കിയിട്ടുള്ളത് 1269 കോടിയിലധികമാണ്. ഡൊമസ്റ്റിക് ഒഴിച്ചു നിർത്തിയാൽ ഈ ഒരു കാലയളവിനുള്ളിൽ ക്ലബ്ബ് നേടിയിട്ടുള്ളത് ഒരു ചാമ്പ്യൻസ് ലീഗ്, 2 ക്ലബ്ബ് വേൾഡ് കപ്പ്, ഒരു പ്രീമിയർ ലീഗ്, ഒരു യൂറോപ്പ ലീഗ്, ഒരു കോൺഫറൻസ് ലീഗ് എന്നിവയാണ്. 2003 മുതൽ 2022 വരെ ഉണ്ടായിരുന്ന റോമൻ അബ്രമോവിച്ചിൻ്റെ കാലഘട്ടം ക്ലബിന് സുവർണ്ണ കാലഘട്ടമായിരുന്നു. പിന്നീട് വന്ന ബ്ലൂക്കോ കൺസോർട്ടിയമിൻ്റെ കാലം മണി സ്പെൻഡ് ഉണ്ടായിരുന്നെങ്കിലും മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടിക്കടെ ഉണ്ടാവുന്ന മാനേജർമാരുടെ സാക്കിങ്ങും മാനേജ്മെൻറ്റിൻ്റെ മോശം ഡിസിഷൻസും പ്ലെയേഴ്സിൻ്റെ പുവർ പെർഫോമൻസും ഒക്കെ ക്ലബിൻ്റെ പെർഫോമൻസിനെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ക്ലബ്ബ് ചാബി അലോൺസോയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. മറ്റു കോച്ചുമാരെ പോലെ ആവാതെ അദ്ദേഹത്തിന് കുറച്ച് സമയം കൂടുതൽ കൊടുത്താൽ എന്തെങ്കിലും ഒരു വണ്ടർ അദ്ദേഹം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം.